അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴ വന്നേച്ചങ്ങ് മാറി. ഇപ്പോൾ ചെറിയ തോതിലാട്ടോ മഴയുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആയിക്കോട്ടെ. പപ്പിക്കുട്ടിയെ ഒന്ന് കാണിച്ചു, മിണ്ടുന്നില്ല. മഴ കാരണം തണുത്ത് വിറച്ചിരിക്കുക. മറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലും ഊതാനൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുക. മഴ നല്ല മഴച്ചാറ്റലുണ്ടതിന്. ഇല്ല, പനിമോള് പോകാൻ ഇറങ്ങി വന്നു. നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി പോവുക കേട്ടോ. നല്ല ശക്തിയിൽ മഴയുണ്ട്, കാറ്റുമുണ്ട്. റോഡൊക്കെ പോകാൻ പേടിയാവും. മരങ്ങളൊക്കെ നിൽക്കുന്ന റോഡുകളൊക്കെ ആട്ടോ. പോകുന്ന വഴിക്ക് ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം എനിക്കിവിടെ അടുത്ത് വരെ പോയാൽ മതി. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാണെങ്കിൽ 5 മിനിറ്റ്, എനിക്ക് 10 മിനിറ്റ്, അത്രയും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് ഇത്. അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ വൈകിട്ട്. അപ്പോൾ വൈകിട്ടത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ വൈകിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതുണ്ടോ, കുയിലിമലയിൽ ഭയങ്കര തണുപ്പാണേ. ഐസ് പോലെ എപ്പോഴും തണുപ്പാണ്. ഇപ്പോഴും മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കളക്ട്രേറ്റിൽ. അതുകൊണ്ട് ചൂട് വെള്ളമൊക്കെ ആയിട്ട് പോവുകയാണ് അതിന്. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോയും ഒക്കെ ആയിട്ട് വൈകുന്നേരം നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചാറുകറി. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന കറിയാണേ. പാവയ്ക്ക, ക്യാരറ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇത് തേങ്ങ വറുത്ത് നമുക്ക് വാളംപുളി ചേർത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങ ചിരണ്ടിയത് വാളംപുളിയൊക്കെ കൂടി ചേർത്ത് അരച്ച് ഒരു തീയൽ വെക്കാം കേട്ടോ. ഒരു ചെറിയ തീയൽ, തക്കാളി ചേർക്കുന്നില്ല. ഇത് നമുക്കൊരു തോരൻ കറി രാവിലത്തേന്. അപ്പോൾ വറക്കാനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തോരനും വറക്കാനും കൂടെ കൂടിയിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലത്തെ മെയിനായിട്ടുള്ള കറി ഇത് രണ്ടുമാണ് കേട്ടോ. ഒരു വത്തര ചാറ് കറി, ഒരു തോരൻ കറി. പാവയ്ക്ക ഉള്ളിയും തീയലെന്ന് പറയാം, തീയൽ കറി. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. പാവയ്ക്ക, ക്യാരറ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത്ര സാധനം വഴറ്റാനുള്ളതാണ്. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറുക്കണം, ഇത് തോരൻ വയ്ക്കണം. അപ്പോൾ തീയൽ കറിക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ വറക്കുന്നതിനോടൊപ്പം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് തോരൻ വെക്കണം. ഇതെല്ലാം ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെച്ചേക്കുവാണ് അടുപ്പയിൽ. അപ്പോൾ ഇതിനി നമുക്ക് ഇതോടൊപ്പം തന്നെ അതും റെഡിയാക്കി എടുക്കാം. രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരേ സമയത്ത് മെഷീൻ വർക്ക് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക്, സവാള, പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് വഴറ്റും ഈ ബീൻസ്. അപ്പം നമ്മുടെ ബീൻസ് തോരൻ രാവിലെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, വറുത്തരയ്ക്കുള്ള തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുക്കുമ്പം ഭംഗിയായിട്ട് അരച്ചെടുക്കണം. കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു, ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ വഴറ്റി ഇതും കൂടെ നമുക്ക് ഒരു കറിയാക്കി എടുക്കണം. രാവിലത്തെ തിരക്കിനിടയിലുള്ള പരിപാടികളൊക്കെയാണ്. ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, ഒത്തിരി വലുതല്ല, ചെറുത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളുമൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഒരു സന്തോഷം, എനിക്കൊരു സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്കായി അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, അതുപോലെ വലിയ വലിയ വിശേഷങ്ങൾ കണ്ടാൽ അതും ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുക്കിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. പിന്നെ യാത്ര പോകുന്നതും എത്ര ദിവസം യാത്ര ചെയ്താലും എനിക്ക് മടുപ്പില്ല. കാഴ്ചകൾ കാണാനും വണ്ടിയിൽ, അത് കാറായാലും ബസ്സായാലും എന്തായാലും അതിനകത്ത് യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 പരിപാടിയേ എനിക്കിഷ്ടമുള്ളൂ. കുക്കിങ് രാവിലെ തൊട്ട് സന്ധ്യ വരെ ഭക്ഷണം ഉണ്ടാക്കിയാലും എനിക്കൊരു മടുപ്പില്ല. എത്ര വയ്യെങ്കിലും ഞാൻ നിന്ന് ചെയ്യും. അതുപോലെ തന്നെ യാത്രയും എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് യാത്ര ചെയ്യും.
അതെൻ്റെ ഇഷ്ടപ്പെട്ട 2 മേഖലകളാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കറിയാണെങ്കിൽ പോലും ദിവസവും നമ്മളെല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ പോലും ഞാനിത് വീഡിയോ ആക്കുന്നത്. അപ്പോൾ അനുമോള് തുണി അലക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടോ. ഇന്നത്തെ ദിവസം നല്ല മഴയാണ്. ഇന്നാളെ നല്ല മഴയാണെന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഇടുക്കി ജില്ലയ്ക്ക് റെഡ് അലർട്ട് എന്ന് പറയുന്നു, യെല്ലോ അലർട്ട് എന്ന് പറയുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും അടിപൊളി മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എങ്ങും ഉണ്ടാകാതിരിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. റോഡിൽ കൂടി നടന്നു പോകാനും വാഹനത്തിൽ പോകാനും ഒക്കെ പേടിയാകും. കാരണം ഏത് വശത്തുനിന്ന് മണ്ണിടിഞ്ഞ് വരും, ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ആർക്കും ഒരു ആപത്തും അവിടെ വരുത്തല്ലേ, ഒരു അനിഷ്ട സംഭവങ്ങളും ഒരു നാട്ടിലും ഉണ്ടാകല്ലേ എന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ കിടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു 9 സമയത്തുണ്ടല്ലോ, ഭയങ്കര കാറ്റായിരുന്നു, പേടിയായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ മരം മറിഞ്ഞ് ലൈനിൻ്റെ പുറത്തേക്ക് വീഴുവോ, നമുക്ക് കറണ്ട് പോകുമോ, അല്ലെങ്കിൽ ആപത്തും അപകടമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രത്യേക ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. നേരം വെളുത്തപ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അനിഷ്ടമായിട്ടുള്ളതൊന്നും കേട്ടില്ല കേട്ടോ. പിന്നെ വാർത്തയിൽ അതായത് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓരോരോ സംഭവങ്ങൾ നടക്കുന്ന വാർത്ത പറയുന്നുണ്ട്. ചിലത് നമ്മൾ കേൾക്കുന്നു, 3/4 ഭാഗം കേൾക്കുന്നില്ല, 1/4 ഭാഗമേ കേൾക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നമ്മൾ ക്യാരറ്റ് എണ്ണയ്ക്കകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുവാണേ. എണ്ണ ഒഴിച്ചു, ഇതുണ്ട്, കടുക് ഇട്ട് പൊട്ടി. കടുക് ആദ്യമേ തന്നെ ചേർത്ത് കേട്ടോ. ഇത് കടുകാക്കണം. ഇനി ഇതിനകത്തേക്ക് പാവയ്ക്കായ ചേർക്കും. പാവയ്ക്കായും മുളകും ചേർത്ത് വഴറ്റി അതൊരു 3/4 ഭാഗം വേവായി കഴിഞ്ഞ് ഈ ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമുക്ക് ഇത് അരപ്പ് തണുത്തില്ല കേട്ടോ, നന്നായിട്ട് തണുക്കണം. എന്നിട്ട് വേണം മിക്സിയിൽ അരയ്ക്കാൻ. വെണ്ണ പോലെ അരയ്ക്കും, വാളംപുളി ചേർത്ത് വെണ്ണ പോലെ അരച്ചിട്ട് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇതിൽ ചേർത്തെടുത്ത് ഒരു കുഞ്ഞ് പിന്നെ വറുത്തരക്കറി അല്ലെങ്കിൽ തീയൽ. ഇതൊരു മുട്ട ഓംലേറ്റ്, നമ്മുടെ അനിമോക്ക് പൊതിച്ചോറ് കെട്ടാനാണ്. മുട്ട ഓംലേറ്റും ഉണ്ടാക്കാൻ വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, പാവയ്ക്കയും ക്യാരറ്റും പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം കൂടി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ച് ഇതിനകത്തേക്ക് ചേർക്കട്ടെ. അപ്പം നമ്മുടെ തീയൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഭംഗിയായിട്ട് വെന്തു. ഇനി ഒന്ന് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുമ്പം അതൊന്നൊരു കുറുകി ഭംഗിയായിട്ട് വരും, നല്ല കുറുകി വരും. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പൊടിച്ചോറ് കൊണ്ടുപോകാനുള്ള കറി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതിനകത്തേക്ക് കോരി വെക്കാം. ഉണ്ടോ, ചൂടാറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ പിന്നെ തണുത്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ രാവിലെ പൊതിച്ചോറ് കെട്ടാനുള്ള കറി കണ്ടോ പാത്രത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ അത് നാറണമല്ലോ, നല്ല ചൂടോടെ കോരി ഒഴിച്ച് കഴിഞ്ഞാലേ പാത്രം പോകും. നാറാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി മേശപ്പുറത്ത് വെക്കാം. അനിമോക്ക് ചോറ് കെട്ടാനുള്ള പൊതിച്ചോറ് കെട്ടാൻ. ഇപ്പോൾ പൊതിച്ചോറെന്ന് പറയുമ്പോൾ ഇലയെടുക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു ഇലയിൽ പൊതി കെട്ടിയേനെ. അപ്പോൾ പൊതിച്ചോറ് കെട്ടുമ്പോൾ ഇച്ചിരി മീൻ വറുത്തതൊക്കെ വേണം, പച്ചമീൻ. അതൊന്നും രാവിലെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ച് ഇതുണ്ടോ ഈ പാത്രത്തിനകത്താണ് പൊതിച്ചോറ് എടുക്കുന്നത്. ഇലച്ചോറ് കെട്ടുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാവേ. ഇപ്പോൾ രാവിലെ പോയി ഇല എടുക്കാൻ മഴയുണ്ട്, കാറ്റുണ്ട്, ബുദ്ധിമുട്ടാണ്. പറമ്പിലൊക്കെ പോയി ഇല എടുത്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരി എന്നും പറയുന്നുണ്ട് നമുക്കൊരു ഇലയിൽ ചോറ് കെട്ടാമേന്ന്. സമയം പോലെ ഒരിക്കൽ ചെയ്യാവേ. അപ്പം ഇന്നിപ്പോൾ ഇത് കണ്ടോ തീയൽ കറിയൊക്കെ ചൂടാറിയിട്ടുണ്ട്, ചൂടാറാൻ കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇത് മുളകച്ചാറ്, ഈ കൊണ്ടാട്ടം മുളകച്ചാറിൻ്റെതാട്ടോ, പല പ്രാവശ്യം കാണിച്ചായിരുന്നു. എന്തെങ്കിലും ഒരു അച്ചാർ വേണമല്ലോ, അതുകൊണ്ട് പിന്നെ മുട്ട പൊരിച്ചുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് ചോറൊക്കെ മാറ്റി വെക്കാം. അതിന് പോകാനുള്ള ധൃതിയിൽ ഒരുങ്ങുവാണ്. അപ്പോൾ എനിക്ക് പോകണം, സമയം രാവിലെ 8:15. അപ്പം രാവിലത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തും. ആ ഒരു സമയത്ത് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അപ്പോഴത്തെ വീഡിയോയെങ്കിലും എടുത്ത് എല്ലാം കൂടെ കൂട്ടി കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരും.
അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, ഇപ്പോൾ കഴിക്കാനുള്ളത് എടുത്ത് വെച്ചു കേട്ടോ. ചാറുകറിയൊക്കെ പാത്രത്തിൽ വെച്ചു. ചോറും കൊണ്ടുപോകാനുള്ള ചോറും എടുത്ത് വെച്ചു കേട്ടോ. അപ്പം നമുക്കടുത്ത് സെറ്റാക്കി വെക്കാം.